നമുക്ക് വഴുതനപ്പേരി ഉണ്ടാക്കാം. ഫസ്റ്റ് ഉള്ളി വേണം, പച്ചമുളക് വേണം, വഴുതന വേണം. ഇതാണ് ഇതിലെ മെയിൻ 3 ഇൻഗ്രീഡിയൻസ്. ഫസ്റ്റ് ഗ്യാസ് കത്തിച്ച് കൊടുക്കുക, പാൻ വെക്കുക. പാൻ നന്നായി ചൂടായി വരുമ്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഓയിൽ നന്നായി ചൂടായി വരുമ്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമ്മുടെ ഉള്ളി കട്ട് ചെയ്ത് വെച്ച് ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി കരിയാതെ ശ്രദ്ധിക്കണം, പെട്ടെന്ന് കരിഞ്ഞ സാധ്യതകളാണ്. എന്നിട്ട് കുറച്ച് നേരം നന്നായി ഇളക്കിയതിന് ശേഷം നമ്മുടെ പച്ചമുളക് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ നന്നായി ഇളക്കി കൊടുക്കുക. പിന്നെ വഴുതന കട്ട് ചെയ്ത് വെച്ച വഴുതന ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരം നന്നായി തന്നെ ഇളക്കുക. കുറച്ച് നേരം ഇളക്കിയതിന് ശേഷം മാത്രം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാവുന്നതാണ്. ഉപ്പിട്ടതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കുക. എന്നിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാവുന്നതാണ്. മൂടി വെച്ച് വേവിക്കുമ്പം നമ്മളിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. അത് കഴിയുമ്പോൾ അത് സെറ്റായിട്ട് ഇതേപോലെ ഉണ്ടാവും. അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് മാങ്ങ ഉപ്പും മുളക് കൂടുന്നത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് മാങ്ങ ഉപ്പും മുളക് കൂടുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചതേ ഉള്ളൂ. ഫസ്റ്റ് മാങ്ങ കട്ട് ചെയ്യുക. എന്നിട്ട് ഈ കാണുന്ന രീതിയിൽ ക്യൂബാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഒരു പാത്രത്തിലേക്ക് ആക്കുക. അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള മുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ നമ്മുടെ കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ചോറും പരിപ്പ് തളിച്ചതും മീൻ പൊരിച്ചത്, ഉപ്പേരി, അച്ചാറ്, പരിപ്പറി, മാങ്ങേൻ്റെ ആ ഒരു നമ്മുടെ ഉപ്പും മുളകും ഇട്ടത്, പിന്നെ മോര്. ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ. അപ്പം ഈ വീഡിയോ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്തൊക്കെ എങ്ങനെ ഉണ്ടെന്ന്. എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ് കൂടെ അറിയിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ ബൈ.